നിങ്ങൾ ഇപ്പോഴും സൺസിൽക്ക്, ഹിമാലയ, പതഞ്ജലി, ക്ലിനിക് പ്ലസ് ഇങ്ങനത്തെ ഷാമ്പൂ ഒക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഞാൻ കുറച്ച് ഷാമ്പൂവിൻ്റെ പേര് പറഞ്ഞുതരാം. ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ മുടി നല്ല ഡ്രൈ ആയിട്ടുള്ള, ഫ്രിസി ആയിട്ടുള്ള, ചകിരി പോലത്തെ മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും. നല്ല മുടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ട് കിടക്കണ കാണാൻ പറ്റും. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണ കാര്യം അവർക്ക് ആർക്കും തന്നെ അറിയില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ഷാമ്പൂ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കുന്നേക്കാളും മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മുടി എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള, ഒട്ടും തന്നെ മാനേജബിൾ അല്ലാത്ത ചകിരി പോലത്തെ മുടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഹിമാലയ, പതഞ്ജലി അങ്ങനെ കിട്ടുന്ന ഷാമ്പൂ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ എല്ലാം കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഷാമ്പൂകളൊക്കെ. പക്ഷെ അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന കുറച്ച് ഷാമ്പൂകളൊക്കെ എനിക്ക് യൂസ് ചെയ്തപ്പോൾ മുടി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിടക്കണ പോലെ തോന്നി. മറ്റേതൊക്കെ ഒന്നും കൂടി നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല മുടി ഒന്നും കൂടി നമ്മൾ സോഫ്റ്റ് ആയിട്ട് കിടക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മാറ്റി നിർത്താൻ പറയണതും ഇത് യൂസ് ചെയ്യാൻ പറയുന്നതും. ഓക്കെ, അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ബ്രാൻഡ് ബാഷിങ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ മോശമാണ്. നിങ്ങൾ ഇവരുടെ ഷാമ്പൂവിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ള കാര്യത്തിനെ കുറിച്ചല്ല കേട്ടോ. അതായത് ആ ബ്രാൻഡുകൾ മൊത്തം മോശമാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ഷാമ്പൂ എനിക്ക് വർക്കായില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയിൽ കിടക്കാം. ഓക്കെ, നമ്മളിന്ന് വീഡിയോയിൽ മൊത്തം 5 ഷാമ്പൂ ആണ് കേട്ടോ കാണിക്കുന്നത്. എനിക്ക് എൻ്റെ ഡ്രൈ ആയിട്ടുള്ള മുടിക്ക് നല്ലപോലെ സ്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ വർക്കായിട്ടുള്ള 5 ഷാമ്പൂ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ 5th പൊസിഷനിലുള്ളത്, അതായത് ബെസ്റ്റ് അല്ല 5ാമത്തെ പൊസിഷനിലുള്ള ഒരു ഷാമ്പൂ ആണിത്. ഈ ബി ബ്ലണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിന് ഈ ഒരു പർപ്പിൾ കളറിൽ ബോട്ടിൽ വരുന്ന ഷാമ്പൂ കേട്ടോ. ഇതിൻ്റെ ഫുൾ പേര് ഞാൻ വായിക്കാം. ബി ബ്ലണ്ട് സലോൺ ലൈക്ക് ഹെയർ ഫോൾ കൺട്രോൾ ഷാമ്പൂ എന്നാണ് ഇതിൽ എഴുതിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി കൊഴിച്ചിലൊന്നും അങ്ങനെയൊന്നും മാറുമൊന്നുമില്ല. പക്ഷെ ഈ ഡ്രൈ ആയിട്ടുള്ള മുടിക്ക് എനിക്ക് നല്ല പോലെ ഒന്നും നല്ല സ്മൂത്തായിട്ട് നല്ല ഷൈനി ആയിട്ട് ഇരിക്കുന്ന പോലെ മറ്റുള്ള ഷാമ്പൂകളൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഫാർ ബെറ്റർ ആയിട്ട് നല്ലപോലെ വർക്ക് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാസ്കും കൂടി കിട്ടും. ആ മാസ്കും കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് മാക്സിമം എത്ര 250-300 രൂപേൻ്റെ ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് വരണത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓഫർ കാണാൻ പറ്റും. അതായത് ഇത് 2 എണ്ണം മേടിച്ച് കഴിഞ്ഞാൽ 600 രൂപ 500 രൂപ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഓഫർ കാണാൻ പറ്റും. ആ സമയത്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ലാഭമായിട്ട് മേടിക്കാം. അപ്പോൾ എനിക്കിത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു ഷാമ്പൂ ആണ്. എപ്പോഴും പറയണു ദി ബെസ്റ്റ് അല്ല, അതായത് സൂപ്പറായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ടതല്ല, പക്ഷെ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഷാമ്പൂ ആണ്. നമ്മളുടെ 4th പൊസിഷനിലുള്ളതാണ് ഈ വില്ലു എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഗോഡ് മിൽക്ക് ഷാമ്പൂ, അവരുടെ ക്രീം കണ്ടീഷണർ. ഈ ഒരു കോംബോ കേട്ടോ. നമ്മൾ മറ്റുള്ള ഷാമ്പൂവിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പിന്നെ പെട്ടെന്ന് തീർന്നു ആ ഒരു കാര്യമാണ്. പക്ഷെ മുടി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിടക്കും, നല്ല രീതിയിൽ മാനേജബിൾ ആയിട്ട് നല്ല ഭംഗിയിൽ കിടക്കും, അതിലൊരു സംശയമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് തീർന്നു കൊണ്ടും അതേപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടും ആ ഒരു കാര്യത്തിലാണ് ഇത് ഒരു പ്രശ്നമുള്ളത്. പിന്നെ നിങ്ങൾ ഈ എന്താ പറയുക, കംപ്ലീറ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ കുറച്ച് സയൻസ് ബേസ്ഡ് അങ്ങനത്തെ ഒരു ഇതിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ നാച്ചുറൽ അങ്ങനത്തെ ഇതിലൊന്നും ഞാൻ വിശ്വസിക്കണില്ല. പക്ഷെ ഇത് നല്ല രീതിയിലുള്ള ഒരു ഷാമ്പൂ ആണ്. 3rd പൊസിഷനിലുള്ളതാണ് ഈ ഒരു വിഷ് കെയറിൻ്റെ മൾട്ടി പെപ്റ്റൈഡ് ഷാമ്പൂ, അവരുടെ കണ്ടീഷണർ കേട്ടോ. ഇതിൽ എഴുതിയിരിക്കുന്നത് ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പൂ എന്നൊക്കെയാണ്. പക്ഷേ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് നമുക്കങ്ങനെ ഹെയർ ഫോളൊന്നും കൺട്രോൾ ചെയ്യാൻ പെട്ടെന്നൊന്നും പറ്റില്ല. പക്ഷെ നന്നായിട്ട് എൻ്റെ മുടിക്ക്, നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ സമയത്ത്. ഇതിപ്പോൾ കാലിയാണ്, പക്ഷെ നല്ല രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ സ്യൂട്ടായിട്ടുണ്ടായിരുന്നു. മുടി നല്ല ഈ ഷൈനി ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷനായിരുന്നു. നമ്മളുടെ 2nd പൊസിഷനിലുള്ള ഷാമ്പൂ ഇതാണ് കേട്ടോ. ഈ ലോറിയലിൻ്റെ ഈ ഒരു പർപ്പിൾ കളറിലുള്ള ഷാമ്പൂ. ഇതിൻ്റെ പേര് ഹൈലറോൺ മോയ്സ്ചർ 72 hours മോയ്സ്ചർ ഫില്ലിംഗ് ഷാമ്പൂ എന്നാണ്. ഇത് ഞാൻ കുറേ ബോട്ടിലുകൾ തീർത്തിട്ടുണ്ട്. എൻ്റെ മുടിക്ക് നല്ല രീതിയിൽ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷാമ്പൂ, ഇവരുടെ കണ്ടീഷണറും ഉണ്ട്. ഇതേ കണ്ടോ, ഇങ്ങനത്തെ ഒരു കണ്ടീഷണർ. ഇതിൻ്റെയൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ കാലിയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നല്ല മുടി, നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ചെറിയ ഷാമ്പൂൻ്റെ ബോട്ടിൽ കിട്ടും, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല മുടി സോഫ്റ്റ് ആയിട്ട് കിടക്കും. അങ്ങനത്തെ ഒരു ഷാമ്പൂ ആണ്. ഓക്കെ, നമ്പർ 1 പൊസിഷനിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ സെയിം ഷാമ്പൂ, അതായത് നമ്മളെ ലോറിയലിൻ്റെ തന്നെ വേറൊരു വകഭേദം, അതായത് ഈ ഒരു ഹൈലറോൺ വേരിയൻ്റെ തന്നെ
ഇത് പ്യൂരിഫയിങ് ഷാമ്പു, അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ സെയിം വേരിയന്റിൽ തന്നെയാണ്, അതായത് നമ്മുടെ ഈ ഒരു ഹൈലറോണിന്റെ തന്നെയാണ്, പക്ഷെ അത് പ്യൂരിഫയിങ് ഷാമ്പു എന്ന് മാത്രം. നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണ ഒരു ഷാമ്പു തന്നെയാണ്. എനിക്ക് ലോറിയലിന്റെ മറ്റുള്ള വേരിയന്റിനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈലറോൺ വേരിയന്റ് നല്ല രീതിയിൽ എനിക്ക് സെറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇത് നല്ല രീതിയിൽ നിങ്ങളുടെ മുടി ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ദിവസം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ പോലത്തെ ഒരു കണ്ടീഷണറോ അല്ലെങ്കിൽ മാസ്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൂടെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്കാവും. ഞാനിതിൻ്റെ കൂടെ മറ്റേ നമ്മളുടെ ഡവിൻ്റെ ഒരു ഹെയർ മാസ്ക് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യാറുള്ളത്. അത് എങ്ങനെ പോയാലും ഒരു 2 മാസമൊക്കെ നിൽക്കും. എൻ്റെ മുടിക്കൊക്കെ 2 മാസം അതിൽ കൂടുതൽ നിൽക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ വർക്ക് ചെയ്യണ കുറച്ച് ഷാമ്പു ആണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. നിങ്ങളുടെ മുടി നല്ല ചകിരി പോലത്തെ മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഷാമ്പൂയിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ബൈ.